നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ചെൽസി ലോക ഫുട്ബോളിന്റെ നെറുകയിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ മുത്തമിട്ടിരിക്കുന്നു. എല്ലാവരും വാഴ്ത്തിപ്പാടിയ ലോകത്തെ ഏറ്റവും മികച്ച ടീം എന്ന വിശേഷണം പേറിയ PSG ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ മലർത്തിയടിച്ചിരിക്കുന്നത്. ഇരട്ട ഗോളുകൾ കോൾ പാൽമറുടെ വക ഒരു അസിസ്റ്റും അദ്ദേഹം നേടി. ബ്രസീലിയൻ സൂപ്പർ താരം ജാവോ പെഡ്രോയുടെ വക ഒരു ഗോൾ. അങ്ങനെ 3-0 വിജയമാണ് ചെൽസി സ്വന്തമാക്കിയിരിക്കുന്നത്. PSG മറുപടി ഉണ്ടായിരുന്നില്ല. PSG നീക്കങ്ങൾ അത് കൃത്യമായിട്ട് തടഞ്ഞിട്ട് റോബർട്ട് സാഞ്ചസ് മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ചെൽസിക്കായിട്ട് ആദ്യ 11-ൽ കോൾ പാൽമറും എൻസോ ഫെർണാണ്ടസും പെഡ്രോ നെറ്റയും പിന്നെ കുന്തമുനയായിട്ട് ജാവോ പെഡ്രോയും മറുഭാഗത്ത് ക്വിച്ചാക്കാഡസ്കേലി, ഒസ്മാൻ ഡെംബലെ, ഡെസിയഡു എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് PSG മുന്നേറ്റങ്ങൾ നയിച്ചത്. പക്ഷേ ഗോളടിച്ച് മിന്നും പ്രകടനം നടത്തി ചെൽസി. കളിയുടെ 22-ാമത്തെ മിനിറ്റിൽ കോൾ പാൽമർ വഴി ആദ്യ ഗോൾ, 30-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ആ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞില്ല. 43-ാമത്തെ മിനിറ്റിൽ കോൾ പാൽമറുടെ അസിസ്റ്റിൽ നിന്ന് ജാവോ പെഡ്രോയുടെ ഗോൾ ഒരു കിടിലൻ ചിക്കി ചിപ്പ് ജിയാൻലുക്കി ഡൊണാരുമയെ മറികടക്കാൻ സഹായിച്ചു. അങ്ങനെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ചെൽസി കയറിപ്പോയത്. രണ്ടാം പകുതിയിൽ PSG തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല 85-ാമത്തെ മിനിറ്റിൽ ജാവോ നെവസിന് റെഡ് കാർഡ്. കുക്കറയുടെ മുടി പിടിച്ചു വലിച്ചു, അതാണ് റെഡ് കാർഡ് വാങ്ങുന്നത്. PSG ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരുന്നു. ഏതായാലും ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ ചെൽസി ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിൽ PSG തീർത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.